ദൈവാരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. സാമും ഫേബയും വന്നിട്ടുണ്ടല്ലേ, അവർക്കും പ്രത്യേകമായിട്ട് അവർ പുതിയ ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർക്ക് പ്രത്യേകമായിട്ട് വന്ദനം പറയുന്നു. ഫേബ ഞങ്ങളുടെ സഭയിൽ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ, സ്വാഗതം പറയുന്നു. ലീ സ്ട്രോബിൾ എന്ന് പറയുന്ന വ്യക്തി ദി കേസ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ അവാർഡ് സമ്പാദിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അദ്ദേഹം നിരീശ്വരനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു, വിശ്വാസം ഇല്ലാത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അങ്ങനെ തന്നെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വിശ്വാസിയായിട്ട് തീർന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് നടുക്കായി. ക്രിസ്തീയ വിശ്വാസം ശരിയല്ല എന്ന് തൻ്റെ ഭാര്യയെ ബോധ്യപ്പെടുത്താനായിട്ടാണ് താൻ ക്രിസ്തീയ വിശ്വാസത്തെ പരിശോധിക്കുവാനായിട്ട് മനസ്സ് വെച്ചത്. ആ പരിശോധനയിൽ അദ്ദേഹം യഥാർത്ഥത്തിലൊരു വിശ്വാസിയായിട്ട് തീർന്നു. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ പറയാൻ പോകുന്ന വേദഭാഗത്ത് അത് പ്രബലമായ ഒരാശയമായതുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പല മതങ്ങളെ അന്വേഷിച്ചു. ഹിന്ദു മതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല, ഏതായാലും ഇസ്ലാം മതം, ക്രിസ്തീയ മതം അല്ലെങ്കിൽ ബൈബിള്, യേശു ക്രിസ്തു, ഇതിനെയൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ ഇസ്ലാം മതത്തെ അന്വേഷിച്ച അവസരത്തിൽ എനിക്ക് 3 കാര്യങ്ങൾ ബോധ്യമായി. അവർ 3 കാര്യങ്ങളാണ് നിഷേധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദേ വാണ്ട് ടു ഡിനൈ 3 things. ഒന്നാമത് അവർ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, യേശു ക്രിസ്തു ദൈവമല്ല, ദൈവപുത്രനുമല്ല. അതാണ് അവരുടെ ഒന്നാമത്തെ നിഷേധം. രണ്ടാമത്തെ നിഷേധം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്നതാണ് അവരുടെ രണ്ടാമത്തെ നിഷേധം. മൂന്നാമത്തെ നിഷേധം എന്ന് പറയുന്നത്, മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എന്നിട്ട് ഡി സ്ട്രോബിൾ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ ബൈബിൾ പരിശോധിച്ചപ്പോൾ ബൈബിളിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ 3 സത്യങ്ങൾ എന്ന് പറയുന്നത്, യേശു ക്രിസ്തു ദൈവമാണ്, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ മരിച്ചവിടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ബൈബിൾ വായിച്ചപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ പ്രഖ്യാപനങ്ങളായിട്ട് കാണാൻ കഴിഞ്ഞപ്പോൾ ഇസ്ലാം മതം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഈ 3 സത്യങ്ങളെ നിഷേധിക്കുക, അല്ലെങ്കിൽ സുവിശേഷത്തെ നിഷേധിക്കുക എന്നതാണ് ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇസ്ലാം മതക്കാർ മാത്രമല്ല കേട്ടോ, ലോകത്തിലെ മതക്കാരൊക്കെ സുവിശേഷത്തിനെതിരാണ്. അതാണ് അവരുടെ പ്രത്യേകത. ലോകത്തിലെ മതക്കാർ മാത്രമല്ല, മതമില്ലാത്ത ആളുകളും സുവിശേഷത്തിന് എതിരാണ്. ധാർമ്മികമായ നേട്ടങ്ങൾ കൊണ്ട്, ധാർമ്മികമായ പരിഷ്കാരങ്ങൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ഒക്കെ രക്ഷപ്പെടാൻ കഴിയും എന്നാണ് മനുഷ്യർ അവരെ വിചാരിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നിസ്തുല്യത എന്ന് പറയുന്നത്, യേശുക്രിസ്തു എന്ന ഏക രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു നമ്മളെ രക്ഷിക്കുന്നത് കൊണ്ടാണ്, രക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് രക്ഷ സാധ്യമായിരിക്കുന്നത് എന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മളെ അറിയിക്കുന്ന സന്ദേശം. അതാണ്, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും എന്ന കാര്യമാണ് സുവിശേഷമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ സംക്ഷിപ്തമായി പറയുന്ന ഒരു ഭേദഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങൾ
നിങ്ങൾ എന്നോടൊപ്പം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബൈബിള് ആ ഭാഗത്തേക്ക് നിങ്ങൾ തുറക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അവർ അംഫിപോലീസിലും അപ്പലോന്യയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിൽ എത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി, സുനഗോഗ് ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. അവരിൽ ചിലരും, ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു. പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. യഹൂദന്മാരോ അസൂയ കൊണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോൻ്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇഴച്ചു കൊണ്ടുവന്നു. ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ടുമിരിക്കുന്നു. അവർ ഒക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു. യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടത് അല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോയി. അവരിൽ പലരും മാന്യരായ യവന പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു. പൗലോസ് ബെരോവയിലും ദൈവവചനം അറിയിച്ചത് തെസ്സലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു. ഉടനെ സഹോദരന്മാർ പൗലോസിനെ സമുദ്രതീരത്തേക്ക് പറഞ്ഞയച്ചു. ശീലാസും തിമോഥെയോസും അവിടെ തന്നെ പാർത്തു. പൗലോസിനോടുകൂടെ വഴിത്തുണ പോയവർ അവനെ അഥേനയോളം കൊണ്ടുപോയി. ശീലാസും തിമോഥെയോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൽ വരേണം എന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോയി. അപ്പസ്തലനായ പൗലോസിൻ്റെ മക്കദോന്യ പ്രദേശങ്ങളിലെ സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വേദഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനവും കൂടെ വായിച്ചാൽ അത് വളരെ രസകരമായ ഒരു കോമ്പിനേഷനാണ്. ഞാൻ തെസ്സലോനിക്ക ലേഖനം വായിച്ചു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. തെസ്സലോനിക്ക ലേഖനം തന്നെ അങ്ങ് വായിച്ചാൽ അതിൻ്റെ ഒരു പശ്ചാത്തലം അറിയാത്തത് കൊണ്ട് അതിൻ്റെ ഗൗരവം അത്രത്തോളം നമുക്ക് പിടികിട്ടുകയില്ല. എന്നാൽ നിങ്ങൾ തെസ്സലോനിക്ക ലേഖനം ഈ സംഭവത്തോട് ചേർത്ത് വായിക്കുകയാണ് എങ്കിൽ പൗലോസ് പറയുന്ന കാര്യങ്ങളുടെ ഗൗരവം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹം ഫിലിപ്പിയിൽ തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് തെസ്സലോനിക്ക ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഐ വാസ് ട്രീറ്റഡ് വെരി ഷെയിംഫുള്ളി ഇൻ ഫിലിപ്പായി. ഫിലിപ്പിയിൽ ലജ്ജാകരമായ രീതിയിലാണ് അവരെന്നോട് പെരുമാറിയത് എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഐ ആം ട്രീറ്റഡ് വെരി ഷെയിംഫുള്ളി. ഒരു പേപ്പട്ടിയെ അടിക്കുന്ന പോലെ അതേ നിലയിലാണ് യഥാർത്ഥത്തിൽ പൗലോസിനെയും ശീലാസിനെയും അവർ പരിഗണിച്ചത്. അങ്ങനെയാണ് അടിച്ച് ഒരു മര്യാദയില്ലാതെ ഉപദ്രവിച്ച് ജയിലിലിട്ട് വലിയ ഉപദ്രവം ചെയ്തു. ഐ വാസ് വെരി ഷെയിംഫുള്ളി ട്രീറ്റഡ്. അപ്പം തന്നെ പൗലോസ് ഇവിടെ അടി കിട്ടിയതിനെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മ വർഷങ്ങൾക്ക് ശേഷം 2 കൊരിന്ത്യരിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അടി താൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറന്നില്ല കേട്ടോ. അത്രയ്ക്കും ദുരിതപൂർണമായ ഒരു അനുഭവമായിരുന്നു. 3 വട്ടം
കോലുകൊണ്ട് അടിക്കപ്പെട്ടു. അപ്പോൾ ഇത് അതിലൊന്നാണ്, തൻ്റെ മനസ്സിലത് നിലനിന്ന കാര്യമാണ്. എന്നാൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തുടർന്ന് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അത് രസകരമായ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞു, ഇത്ര മോശമായിട്ട്, ഇത്ര ക്രൂരമായിട്ട്, ഇത്ര ലജ്ജാകരമായ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയതെങ്കിലും സുവിശേഷം പറയുന്നത് നിർത്താൻ ഞങ്ങൾ വിചാരിച്ചില്ല. അല്ലെങ്കിൽ നിങ്ങളോട് പിന്നെയും സുവിശേഷം പറയുവാൻ ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാക്യം നമുക്കവിടെ കാണാൻ പറ്റും. He said, we emboldened ourselves in God to share the gospel with you. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായാലേ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വായിച്ചപ്പം കർത്താവെ, കഷ്ടം അനുഭവിക്കാനുള്ളൊരു മനസ്സ് എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പേടി തോന്നി കേട്ടോ. കർത്താവ് കഷ്ടമൊക്കെ അനുവദിച്ചാൽ എന്തോ ചെയ്യും എന്നൊരു പേടി എനിക്ക് വന്നു. എൻ്റെ കർത്താവേ, ദൈവമക്കൾ എത്ര കഷ്ടം സഹിച്ചാണ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചത്. അപ്പോഴവർ ഫിലിപ്പിയിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. അവരെ പിന്നെ അവസാനം അവരൊക്കെ വന്ന് മര്യാദയ്ക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് അവിടെ അവസാന ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം. എന്നിട്ട് അവിടെ നിന്ന് അവർ യാത്ര ചെയ്ത് 2 സ്ഥലങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊലോന്യ, അതുപോലെ തന്നെ അംഫിപോലിസ് എന്ന് പറയുന്ന 2 സ്ഥലങ്ങൾ. അതിനുശേഷമാണ് അവർ തെസ്സലോനിക്കയിലേക്ക് വരുന്നത്. ഫിലിപ്പിയിൽ നിന്ന് തെസ്സലോനിക്കയിലേക്ക് ഒരു റോഡുണ്ട്. അതിന് ഇഗ്നീഷ്യൻ വേ എന്നാണ് പറയുന്നത്. റോമാക്കാർ പണിത ഒരു റോഡാണ്. പക്ഷേ അതിനെക്കുറിച്ച് ബ്രൂസ് പറയുന്നത് ദുരിതപൂർണമായിരിക്കുന്നൊരു വഴിയാണ്. മലകളും കുന്നുകളും കാടുകളും ഒക്കെ തരണം ചെയ്താണ് യഥാർത്ഥത്തിൽ അവർ ഫിലിപ്പിയിൽ നിന്ന് തെസ്സലോനിക്കയിലേക്ക് വരുന്നത്. ഫിലിപ്പിയിലും തെസ്സലോനിക്കയും തമ്മിൽ ഏതാണ്ട് 110 മൈൽ ദൂരമുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 175 കിലോമീറ്റർ ദൂരമുണ്ട്. സാധാരണഗതിയിൽ ഒരാഴ്ച കുറച്ചുകൂടെ സാധാരണമായി പോവുകയാണ് എങ്കിൽ ഒരു 2 ആഴ്ചത്തെ നടപ്പ് എങ്കിൽ മാത്രമേ അവർ ഫിലിപ്പിയിൽ നിന്ന് തെസ്സലോനിക്കയിൽ വന്നെത്തുകയുള്ളൂ. അപ്പം അവിടെ വന്നതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. തെസ്സലോനിക്ക എന്ന് പറയുന്നത് മക്കദോന്യ എന്ന റീജിയൻ്റെ തലസ്ഥാന നഗരിയാണ് തെസ്സലോനിക്ക എന്ന് പറയുന്ന ആ നഗരം. അവിടെ അന്നത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 50,000-നും 70,000-നും മധ്യേ ആളുകളുണ്ട്. അതിൽ ഒരു ഭാഗമെന്ന് പറയുന്നത് യഹൂദന്മാർ ആയിരുന്നു. ഫിലിപ്പിയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു യഹൂദന്മാരുടെ ഒരു സിനഗോഗില്ല, ഒരു പള്ളി ഉണ്ടായിരുന്നില്ല. എന്നാൽ തെസ്സലോനിക്കയിൽ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവനെക്കുറിച്ച് ലൂക്കോസ് പറയുന്നത്, പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. അവിടെ ദൈവവചനത്തിൻ്റെ പ്രഘോഷണം, സുവിശേഷത്തിൻ്റെ പ്രഘോഷണം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഈ വാക്യങ്ങളിൽ നമുക്ക് ഒരു വിശദീകരണം കാണാനായിട്ട് സാധിക്കും. അവിടെ ആദ്യമേ അദ്ദേഹം ഉപയോഗിക്കുന്നതായിരിക്കുന്ന വാക്ക്, ലൂക്കോസ് ഉപയോഗിക്കുന്ന വാക്ക് ഡിയാലോഗയോ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കാണ്. വാദിച്ചു എന്ന് പറയുന്ന വാക്കാണ്. സുവിശേഷം അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് ലൂക്കോസ് പറയുന്ന വാക്ക് വാദിച്ചു, ഡിയാലോഗയോ എന്ന് പറയുന്ന വാക്ക് നമുക്ക് പരിചയമാണ്. കാരണം വെച്ചാൽ ഡയലോഗ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് അതിൽ നിന്ന് വന്നതാണ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ ആളുകളോട് സംവാദിക്കുക, ആളുകളുടെ ചോദ്യത്തിന് മറുപടി പറയുക, അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുക, അവരുടെ എതിർവാദങ്ങൾക്ക് മറുപടി പറയുക. അപ്പം ആ നിലയിലാണ് ഈ വാദിച്ചു എന്ന് പറയുന്ന കാര്യം. അല്ലെങ്കിൽ ഞാൻ പറയാം, സുവിശേഷത്തിൻ്റെ വിശദീകരണം, സുവിശേഷത്തിൻ്റെ സ്വീകരണം എന്ന് പറയുന്നത് ബുദ്ധിപരമായ ഒരു കാര്യമാണ് പ്രധാനമായും പറയുമ്പോൾ. അതായത് എനിക്കൊരാവേശം വന്നു, എനിക്ക് ചില തോന്നലുണ്ടായി എന്നുള്ളതല്ല സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത്. അത് ബുദ്ധിപരമായ ഒരു സംവാദമാണ്. തെളിവുകളുള്ള, തെളിയിച്ചു കൊടുക്കുവാൻ കഴിയുന്ന, സംശയങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ആ നിലയിലാണ് അദ്ദേഹം തൻ സുവിശേഷം അവതരിപ്പിച്ചത് എന്നാണ് ലൂക്കോസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വാദിക്കണം. ചിലർ വാദിക്കാനൊന്നും ചിലർക്ക് മനസ്സില്ല. അയ്യോ അങ്ങനെ വാദിക്കാമോ എന്ന് ചിലർ ചോദിക്കും.
അന്യായമായിട്ട് വാദിക്കരുത്, എന്നാൽ ന്യായമായിട്ട്. അത് തന്നെയല്ലേ അപ്പോസ്തലനായ പത്രോസ് തന്നെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്ന ഏവരോടും സമാധാനപരമായിട്ട് അത് വിശദീകരിച്ചു കൊടുക്കുക. അവിടെ നിന്നാണ് അപ്പോലോഗിയ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്, അതിൽ നിന്നാണ് അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത്. വി ആർ കമാൻഡഡ് ടു ഡിഫെൻഡ് ദ ഫെയ്ത്ത് ആൻഡ് പ്രൊക്ലെയിം ദ ഗോസ്പൽ. സുവിശേഷത്തെ വിശദീകരിച്ചു കൊടുക്കുവാൻ, ആളുകൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി പറയുവാൻ, അതിൻ്റെ വസ്തുനിഷ്ഠമായിരിക്കുന്ന അതിൻ്റെ അവകാശവാദങ്ങളെ തെളിയിച്ചു കൊടുക്കാനുള്ള ബാധ്യത പ്രഘോഷകന്മാർക്കുണ്ട്, വിശ്വാസികൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ അന്ധമായി സുവിശേഷം വിശ്വസിക്കുന്ന ആളുകളല്ല, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് സ്വീകാര്യമാണ് എന്ന് ഉറപ്പുവരുത്തിയാണ് നമ്മൾ സുവിശേഷം സ്വീകരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഇറ്റ് ഈസ് ബിലീവബിൾ. വിശ്വാസ്യമായ, സ്വീകാര്യമായ, ചരിത്രത്തിൽ അധിഷ്ഠിതമായ, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശമാണ് സുവിശേഷം. അല്ലാതെ അന്ധമായിരിക്കുന്ന ചില കാര്യങ്ങളെ അങ്ങനെ വിശ്വസിക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് സുവിശേഷം വാദിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന 2 വാക്കുകളൂടെ ഉണ്ട് കേട്ടോ. അത് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. എന്നാൽ ഗ്രീക്കിലും ഇംഗ്ലീഷിലും ആ വാക്കുകൾ ഉപയോഗിച്ചാണ് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം പറയുന്നത്. മലയാള പരിഭാഷയിൽ വന്നപ്പോൾ സുവിശേഷം എന്താണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. പറയുന്നത് യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ചു വിവരിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്ന 2 വാക്കുകളിലൂടെയാണ്. അപ്പോൾ 3 വാക്കുകൾ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചതിനെക്കുറിച്ച് ലൂക്കോസ് പറയുന്നുണ്ട്. ഒന്നാമത് വാദിച്ചു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ രീതിയിൽ തെളിവുകൾ നൽകി വിശദീകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് സുവിശേഷം എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് തെളിയിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. തെളിയിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അത് തുറന്നു വെച്ചു, വിശദീകരിച്ചു കൊടുത്തു എന്ന അർത്ഥം ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ എക്സ്പൊസിഷൻ, കാര്യങ്ങളെ തെളിയിച്ച്, കാര്യങ്ങളെ വിശദീകരിച്ച്, കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് സുവിശേഷ ഘോഷണത്തിൽ ഉള്ള കാര്യമാണ്. പിന്നെ അദ്ദേഹം അടുത്തായിട്ട് പറയുന്നത് വിവരിച്ചു കൊടുത്തു എന്ന് പറയുന്ന കാര്യമാണ്. അപ്പം അതും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, സുവിശേഷത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ്, ചരിത്രത്തിൽ സംഭവിച്ചതായ നമുക്ക് തെളിയിക്കുവാൻ കഴിയുന്ന കാര്യമാണ് എന്ന നിലയിൽ അതിനെ തെളിയിക്കുന്നതിനെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ദ ഗോസ്പൽ ഈസ് എ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി. സുവിശേഷം എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യർക്ക് തെളിയിച്ചു കൊടുക്കുവാൻ കഴിയുന്ന, വിശ്വസിക്കുവാൻ മനസ്സുള്ളവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നിലയിൽ സുവിശേഷം ചരിത്രത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന കാര്യമാണ്. അപ്പം ഞാനത് ഹൈന്ദവ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴും പറയാം, അവരുടെ ഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളല്ല. ഹിന്ദുക്കളുടെ ഗ്രന്ഥമെന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ ആരും ചരിത്ര പുരുഷന്മാരല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് നമുക്കാർക്കും അറിയാവുന്ന സ്ഥലങ്ങളല്ല. അയോധ്യ എന്ന് പറഞ്ഞാൽ അതിനടുത്താണെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും ചരിത്രത്തിലുള്ളതായിരിക്കുന്ന കാര്യമല്ല. അതൊക്കെ കെട്ടുകഥകളാണ്, അല്ലെങ്കിൽ ദേ ആർ ഓൾ ലെജൻഡ്സ്. അത് അതിനെന്താ പറയുക, ഇതിഹാസങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നല്ലേ, ഇതിഹാസങ്ങളാണ്. അതിനൊന്നും ചരിത്രപരമായിരിക്കുന്ന ഒരു കാര്യമില്ല. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ എന്നാ ജീവിച്ചിരുന്നേ, അദ്ദേഹം എന്നാ ജനിച്ചത്, എന്നാ മരിച്ചത്, അതൊക്കെ വെറും ഐതിഹ്യമാണ്. അതിനകത്തൊന്നും ചരിത്രപരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമില്ല. എന്നാൽ ഇസ്ലാമിലുള്ള ആൾക്കാർ പറയും ഞങ്ങളങ്ങനൊന്നുമല്ല, ഞങ്ങൾ കൂടിയ ആൾക്കാരാണ്. ശരി, ഖുറാനിൽ ചരിത്രത്തിലുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പോലുമുള്ള പ്രസ്താവനയില്ല. ഖുറാനിൽ ഒരൊറ്റ ചരിത്ര പുരുഷനെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുമുള്ള പ്രസ്താവന ഖുറാനിൽ കാണാനായിട്ട് സാധിക്കില്ല. മാത്രവുമല്ല, ലോകത്തിലുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചും ഖുറാനിൽ പറയുന്നില്ല. ഞങ്ങളുടെ കൂടിയ സ്ഥലം മെക്കയാണ്, ഞങ്ങളുടെ കൂടിയ സ്ഥലം മെദീനയാണെന്നൊക്കെ പറയും. ശരി,
ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നേ. അങ്ങനെയുള്ള പ്രസ്താവനകളൊന്നുമില്ല. നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് ചെന്ന് പരിശോധിക്കാൻ സാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഖുറാനിൽ ഒരു പ്രസ്താവനയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്ന് അവരെ അവകാശപ്പെടുന്നുവെങ്കിൽ ഞാനവരെ വെല്ലുവിളിക്കും, കാണിച്ചു തരിക എന്ന് പറയും. എന്നാൽ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്, ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഇടങ്ങളാണ്. ഞങ്ങൾ ടർക്കിയിൽ പോയി, പക്ഷേ ഗ്രീസിൽ പോകാൻ പറ്റിയില്ല. തെസലോനിക്ക എന്ന് പറയുന്ന സ്ഥലം, അംഫിപോലിസ് എന്ന് പറയുന്ന സ്ഥലം, അപ്പലോന്യ എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇന്നും പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ചരിത്രത്തിലുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. നിങ്ങൾ ബൈബിൾ പരിശോധിച്ച ബൈബിൾ ശരിയാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയെന്ന് പറയുന്നത്, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ചരിത്രത്തിലെ മനുഷ്യർ ബൈബിളിൽ പറയുന്ന ആ പ്രസ്താവന അനുസരിച്ച് അവർ ജീവിച്ചിരുന്നതാണോ, അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കും. ഇവിടെ അപ്പലോന്യയിലും അംഫിപോലിസിലും ഒക്കെ ചെല്ലുന്ന കാലങ്ങളിൽ റോമാക്കാരുടെ ചക്രവർത്തി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ളതായിരിക്കുന്ന ഭരണാധിപന്മാരുടെ പേര് ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടെത്താൻ കഴിയുന്ന വസ്തുതകളാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഖുറാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ആർക്കിയോളജി എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല കേട്ടോ. ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? പുരാവസ്തു ഗവേഷണം. അപ്പോൾ ഒരു സ്ഥലം കുഴിച്ച് ചെന്ന് കുറേ കാലം കഴിയുമ്പോൾ അവർ പണ്ട് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. ഞങ്ങൾ ടർക്കി പോയ കാര്യം പറഞ്ഞു. 1930-കളിലാണോ 40-കളിലാണോ എന്ന് എനിക്കറിയില്ല. അവിടെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആളുകളാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അവർ കാര്യങ്ങൾ കുഴിച്ചപ്പോൾ നമ്മളീ പറഞ്ഞതായിരിക്കുന്ന സ്മിർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, എഫേസോസ് എന്നൊക്കെ പറയുന്നതായ സ്ഥലങ്ങൾ അവർ കണ്ടെത്തി. അത് ഇന്ന് വളരെ സുരക്ഷിതമായ രീതിയിൽ അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയി കണ്ടുകൊണ്ട് കണ്ട കാര്യമാണ്. അപ്പോൾ പൗലോസ് നടന്ന ആ പാതയെന്ന് പറയുന്നത് അത് ഇന്ന് അവിടെ മനുഷ്യർക്ക് പോയി കാണാൻ പറ്റും. ആ നിലയിൽ ചരിത്രത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് ദൈവത്തിന് വചനമായ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പം അതുകൊണ്ട് ബൈബിളിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട. ഇറ്റ് ഈസ് ആക്ച്വലി എ ബുക്ക് വിച്ച് ക്യാൻ സ്റ്റാൻഡ്. നേരെ നിൽക്കുവാൻ, ഏത് ചോദ്യങ്ങളെയും നേരിടുവാൻ, അന്വേഷണങ്ങളെയും ഗവേഷണങ്ങളെയും നേരിടുവാൻ കഴിയുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിലുള്ളത്. അപ്പം അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. സോ ഇൻ ദാറ്റ് സെൻസ് ബൈബിൾ ഈസ് എ യുണീക്ക് ബുക്ക്. ബൈബിൾ ആ നിലയിൽ നിസ്തുല്യമായിരിക്കുന്ന ഒരു പുസ്തകമാണ്. ശരി, അപ്പോൾ ഞാൻ എൻ്റെ ഒന്നാമത്തെ പോയിന്റ് ഇതുവരെയും പറഞ്ഞില്ല. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സുവിശേഷം അതിൻ്റെ ഉള്ളടക്കം, അല്ലെങ്കിൽ എന്താണ് സുവിശേഷം എന്നുള്ളതിൻ്റെ ഏറ്റവും സംക്ഷിപ്തമായിരിക്കുന്ന ഒരു പ്രസ്താവന ഈ മൂന്നാമത്തെ വാക്യത്തിലുണ്ട്. അതാണ് ഞാൻ എൻ്റെ ആദ്യ പ്രസ്താവനയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവും തൻ്റെ പുനരുത്ഥാനവും മനുഷ്യരുടെ രക്ഷയ്ക്ക് അനിവാര്യമായ വസ്തുതയാണ് എന്നതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. അതാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും മനുഷ്യൻ്റെ രക്ഷയ്ക്ക് അനിവാര്യമായ കാര്യമാണ്. അത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. അതിനെ മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. നമ്മുടെ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് കർത്താവായ യേശുക്രിസ്തു മരിച്ചു എന്ന കാര്യമാണ് സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ തന്നെ ലൂക്കോസ് പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത്. അതുപോലെ കേട്ടോ, പരിഭാഷ അത്രത്തോളം ശക്തമല്ല. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നിങ്ങളത് വായിക്കുന്നത്? ഇറ്റ് ഈസ് നെസസറി. കർത്താവായ യേശുക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. മനുഷ്യർക്ക് രക്ഷപ്പെടണമെങ്കിൽ അതല്ലാതെ വേറെ ഒരു മാർഗമില്ല എന്ന കാര്യമാണ് സുവിശേഷത്തിൽ നമ്മൾ പറയുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം
അതിനെക്കുറിച്ച് പറഞ്ഞാൽ കഷ്ടം അനുഭവിക്കുക. മശിക കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന പഴയ നിയമത്തിൽ മശികയെക്കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. കർത്താവ് കഷ്ടം അനുഭവിക്കണം. കഷ്ടം അനുഭവിക്കുക എന്ന് പറഞ്ഞപ്പോൾ മരിക്കണം എന്ന് പറയുന്ന കാര്യം അനിവാര്യമായ കാര്യമാണ്. അത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. അത് കൂടാതെ മനുഷ്യർക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല. അത് അങ്ങനെ സംഭവിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. അത് പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയാണ്. അവരുടെ മുഖം വാടിയിരുന്നു. എന്താ വാടിയിരിക്കുന്നേ? അവർ പറഞ്ഞു, ഞങ്ങൾ യേശു എന്ന് പറയുന്നൊരു പ്രവാചകന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേലിലെ രക്ഷിതാവാണ് എന്ന് ഞങ്ങൾ അവനെക്കുറിച്ച് ആശിച്ചിരുന്നു. എന്നാൽ റോമാക്കാരവനെ പിടിച്ചു കൊന്നു. ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സങ്കടപ്പെട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, യു ഇഡിയറ്റ്സ്. എന്താണ് പ്രവാചകന്മാർ പറഞ്ഞത്? പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണത്തിലും മോശ മുതലായ പ്രവാചകന്മാർ പറഞ്ഞ കാര്യം കർത്താവായി അല്ലെങ്കിൽ മശിക കഷ്ടം അനുഭവിക്കണം എന്ന കാര്യം പ്രവചനത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലല്ലേ പറയുന്നത്? ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം ദൈവം തന്നെ നടത്തുന്ന സുവിശേഷ പ്രഘോഷണമാണ്. അതിന് നമ്മൾ പ്രോട്ടോ ഇവാഞ്ചലിയോൺ എന്നാണ് വിളിക്കുന്നത്. ആദ്യത്തെ സുവിശേഷം എന്താ പറഞ്ഞത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും, എന്നാൽ സർപ്പം അവൻ്റെ കുതികാൽ കടിക്കും എന്ന് പറഞ്ഞു. അപ്പം ഈ 2 പ്രസ്താവന പിശാചി ലോകത്തിൽ വരുത്തിയ പാപത്തിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ സ്ത്രീയുടെ സന്തതിയായി ഒരു വ്യക്തി വരും എന്ന കാര്യം, അതാണ് ആദ്യത്തെ ഭാഗം. അതാണ്. പക്ഷെങ്കിൽ ആ വ്യക്തി സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കും, പാപത്തിൻ്റെ പ്രശ്നത്തിന് നിത്യമായി പരിഹാരം വരുത്തും. എന്നാൽ ആ പ്രക്രിയയിൽ എന്താ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ പിശാചവൻ്റെ കുതികാൽ കടിക്കും എന്ന് പറയും. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള ആദ്യ പ്രഖ്യാപനമാണ്. കർത്താവായ യേശുക്രിസ്തു മരിച്ച് തൻ്റെ മരണത്തിലൂടെയാണ് രക്ഷ സാധിക്കാനായിട്ട് പോകുന്നത് എന്നതിൻ്റെ ആദ്യ പ്രസ്താവനയാണ്. നിങ്ങൾ ഏദൻ തോട്ടത്തിലെ ആദ്യത്തെ സംഭവം കണ്ടാലും നിങ്ങൾക്കറിയാം. ആദമും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ നഗ്നരായി. അവർക്ക് ഭയങ്കര നാണം തോന്നി. അവർ അത്തിയില കൊണ്ട് അവരുടെ നാണം മറയ്ക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ സൂര്യൻ ഉദിച്ച് വെയിൽ വന്നപ്പോൾ ആ അത്തി ഇല വാടിക്കരിഞ്ഞുപോയി. അവർ നഗ്നതയെ മറയ്ക്കുവാൻ, അവർ വരുത്തിയ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ അവർക്ക് കഴിയുകയില്ല എന്നതിനൊരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവം എന്താ ചെയ്തത്? ദൈവം ചോദിച്ചു, ആദമേ നീ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുക, ദൈവത്തെ കാണാതെ ഒളിച്ചിരിക്കുക. അത് പറ്റുമോ? വൃക്ഷത്തിന് മറഞ്ഞു നിന്നാൽ എന്ത് സംഭവിക്കും? കർത്താവ് വരും, നോക്കും, കാണത്തില്ല, മറഞ്ഞിരിക്കില്ല, ഒളിച്ച്. കർത്താവിനെ ഒളിച്ചെങ്ങും ഇരിക്കാനൊക്കെ കേട്ടോ, ഒരിടത്തും മറഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല. കർത്താവ് വന്ന് ചോദിച്ചു, നീ എന്താ, നിനക്ക് എന്ത് പറ്റി? ഞാൻ നഗ്നനാണ് എന്നെനിക്ക് ബോധ്യമായി. ഓ, അത് ശരി, എന്ത് ചെയ്തു? ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ ആ വൃക്ഷഫലം നീ തിന്നു? തിന്നു, ഞാൻ തിന്നു, എൻ്റെ ഭാര്യ എനിക്ക് തന്നു, അവളും തിന്നു, ആകെപ്പാടെ കുഴപ്പത്തിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തുകൽ കൊണ്ട് അവരുടെ നഗ്നത കർത്താവ് മറച്ചു. ഒരു മരണം അവിടെ സംഭവിച്ചു. അതിലൂടെയാണ് പാപം വരുത്തിയ പ്രശ്നം ആ നഗ്നതയെ മറയ്ക്കുവാനായിട്ട് സാധിച്ചത്. അതൊരു ചിത്രമാണ്. നമ്മുടെ പാപത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം മരണത്തിലൂടെ, കർത്താവായ മെശിഹയുടെ മരണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ പഴയ നിയമം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ കാണുന്ന യാഗങ്ങളെല്ലാം അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിനുള്ള നിഴലാണ്, മരണത്തിൻ്റെ മുന്നോടിയാണ്. ദൈവാരാധനയ്ക്കായിട്ട് പഴയ നിയമത്തിലെ ആളുകൾ വരുമ്പോൾ അവർക്ക് ദൈവസന്നിധിയിലേക്ക് നടന്നു വരാൻ സാധിക്കില്ല. അവരാദ്യമേ അവിടെ ഒരു യാഗപീഠമുണ്ട്. ആ യാഗപീഠത്തിൽ അവർ
ഒരു യാഗമൃഗത്തെ അർപ്പിച്ചതിന് ശേഷം മാത്രമേ, അതിന് രക്തം തളിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ യാഗത്തിന് എന്താ ചെയ്യുന്നത്? യാഗം മൃഗത്തെ കൊണ്ടുവന്നതായിരിക്കുന്ന ആ വ്യക്തി ആ മൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കും. എന്നിട്ട് അവൻ തന്നെ ആ മൃഗത്തെ കൊല്ലും. എന്ന് പറഞ്ഞാൽ തൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഈ മൃഗം അനുഭവിക്കുന്നു എന്നാണ് ആ ക്രിയയിലൂടെ അവൻ പറയുന്നതാണ്. എന്നാൽ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം മനുഷ്യരുടെ പാപങ്ങളെ പരിഹരിക്കാനായിട്ട് പര്യാപ്തമല്ല. അതൊരു ചിത്രം മാത്രമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിനുള്ള ചിത്രമാണ്. ചില ആളുകൾ ചോദിക്കും, ഒരു മനുഷ്യൻ മരിച്ചാൽ മറ്റൊരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. യേശുക്രിസ്തു ഒരു മനുഷ്യനാണ് എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് ആർക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്, യേശുക്രിസ്തു ദൈവമാണ്, ദൈവപുത്രനാണ്, ദൈവ മനുഷ്യനായി തീർന്നയാളാണ്. യേശുക്രിസ്തു ദൈവം തന്നെയാണ്. യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ടൊരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു ദൈവപുത്രനല്ല എന്ന ആ പ്രസ്താവനയുമായിട്ട് ഈ പിശാച് വരുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മൂല്യം ഇല്ലാതെയാക്കുവാനായിട്ട് സാധിക്കും. ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന പ്രസിദ്ധനായ പണ്ഡിതൻ പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ പാപം പരിഹരിച്ചത് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന് വേണ്ടി മരിച്ചല്ല, പിന്നെയോ ദൈവം തന്നെ മനുഷ്യനായി തീർന്ന്. ദൈവത്തിന് മരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി തീർന്നത്. ആ നിലയിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ കുറ്റം ദൈവം തന്നെ തൻ്റെ മേൽ ഏറ്റെടുത്ത്, ആ കുറ്റം, അതിൻ്റെ ശിക്ഷയായിരിക്കുന്ന മരണം നമുക്ക് പകരമായി ഏറ്റെടുത്ത് മരിച്ച ആ മരണമാണ് യേശുക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗോഡ് ബെയറിംഗ് ദ സിൻ ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവം തന്നെ ആ പാപത്തിന് പരിഹാരം വരുത്തുന്ന ആ ക്രമീകരണമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പസ്തലനായ പൗലോസ് പറഞ്ഞു, യേശുക്രിസ്തു കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത് അനിവാര്യമായ കാര്യമാണ്, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. അത് സംഭവിച്ചേ മതിയാകുകയുള്ളൂ. അതിൽ കൂടെ മാത്രമേ മനുഷ്യർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ മരണം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിലും ഞാനൊരു വാക്കങ്ങ് പറയുകയാണ്. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും ഒരുപോലെ സമ്മേളിക്കുന്ന ഇടമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്. പാപത്തെ അവഗണിച്ചുകൊണ്ട്, പാപത്തെ ശ്രദ്ധിക്കാതെ അല്ല ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് ഇസ് എ കോസ്റ്റ്ലി സാൽവേഷൻ. നമ്മുടെ രക്ഷ വിലയേറിയ രക്ഷയാണ്. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ നീതി നടപ്പിൽ വരുത്തി, ദൈവത്തിൻ്റെ സ്നേഹം ഉറപ്പാക്കി പ്രദർശിപ്പിച്ചുകൊണ്ട് ആണ് നമുക്ക് പകരക്കാരനായി കാൽവരിയിലെ കുരിശിൽ മരിച്ചത്. ഇത് ഓണത്തിൻ്റെ സമയമല്ലേ? ഓണമല്ലേ? ഓണത്തെക്കുറിച്ച് എന്താ പറയുന്നത്? മാവേലി നാട് വാണിയിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും, ആദികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. അയ്യോ, എന്തൊരു നല്ല കാലമാണ്, അല്ലയോ? എന്തോരം നല്ല കാലമാണ്. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചു? ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. മഹാവിഷ്ണു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അദ്ദേഹം വന്ന് മനുഷ്യർക്ക് നന്മ ചെയ്ത, ഈ ലോകത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നുമില്ലാതെ മനുഷ്യനെ ഭരിച്ച് ഈ മനുഷ്യൻ്റെ തലയിൽ കാല് വെച്ച് അവനെ ചവിട്ടി താഴ്ത്തി. അതാണ് അദ്ദേഹം ചെയ്തത്. അതെന്തൊരു ദൈവസങ്കല്പമാണ്, അതെന്തൊരു ദൈവസങ്കല്പമാണ്. എന്നിട്ട് ഇവരിങ്ങനെ ഞെളിഞ്ഞത് പറയുക. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. മനുഷ്യനെ മര്യാദക്ക് ജീവിക്കാൻ അനുവദിക്കാത്തൊരു ദൈവം, അവന് നന്മ വന്നാൽ കണ്ണുകടിക്കുന്നൊരു ദൈവം, അതാണ് ഈ പറയുന്ന ദൈവാശയത്തിൻ്റെ പിൻപിലുള്ള കാര്യം. അതെന്തൊരു ദൈവമാണ്? എൻ്റെ ദൈവം അങ്ങനെയുള്ള ദൈവമല്ല കേട്ടോ. എൻ്റെ ദൈവം നീതിമാനും വിശ്വസ്തനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന ദൈവമാണ്. ദൈവം നീതിമാനാണ്, അവൻ നീതി പ്രവർത്തിക്കുന്നവനാണ്, പാപത്തെ അവഗണിക്കുന്നവനല്ല. അപ്പം അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം അനിവാര്യമാകട്ടോ. യേശുക്രിസ്തുവിൻ്റെ മരണം കൂടാതെ മനുഷ്യർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. മനുഷ്യർക്ക് രക്ഷപ്പെടുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ബലിമരണമാണ്.
തൻ്റെ പാപപരിഹാര ബലിയാണ്. മതങ്ങൾക്കൊന്നും അതില്ല കേട്ടോ. അതുകൊണ്ടാണ് മതങ്ങൾക്കൊന്നും സുവിശേഷമില്ലാത്തത്. രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതെന്ത് പറയും? നീ തന്നെ നോക്കിക്കൊള്ളാൻ അല്ലേ. അതിനെക്കുറിച്ച് ടിം കെല്ലർ എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞ പ്രസ്താവനയും കൂടെ ഞാൻ ചേർത്ത് പറയാം. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി 2 മാർഗ്ഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്നുകിൽ അവൻ തന്നെ രക്ഷിക്കുക, അല്ലെങ്കിൽ യേശു ക്രിസ്തു അവനെ രക്ഷിക്കുക. ഈ 2 വഴിയേ ഉള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. Either you save yourself or Jesus, who has perfected that salvation, you can receive it from him. കർത്താവിങ്കിൽ നിന്ന് ഈ രക്ഷ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഈ 2 വഴിയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണം അത് നമ്മുടെ പാപങ്ങൾക്ക് മതിയായ പരിഹാരമാണ് എന്ന ദൈവവചനത്തിൻ്റെ ആ പ്രഖ്യാപനം ഹൃദയത്തിൻ്റെ ഉള്ളിൽ വളരെ ശക്തമായി ഉറപ്പിക്കേണ്ട സുവിശേഷത്തിൻ്റെ സത്യമാണ്. ഡു യു? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയാണ് എൻ്റെ രക്ഷയ്ക്കുള്ള ഏക കാരണം എന്ന വിശ്വാസമാണ് എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്ന വിശ്വാസം. ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ്. അത് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പറയും, ക്രിസ്തു കഷ്ടം അനുഭവിക്കേണ്ടത് ഇറ്റ് വാസ് നെസസറി, ഇറ്റ് വാസ് ആൻ ആബ്സല്യൂട്ട് നെസസിറ്റി. അത് ഒരിക്കലും ഒഴിവാക്കുവാൻ കഴിയാത്ത അനിവാര്യമായ സുനിശ്ചിതമായ ഒരു കാര്യമാണ്. അതിൽ കൂടെ മാത്രമേ മനുഷ്യർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാശയമാണ് കേട്ടോ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞങ്ങ് വിടുക. യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെന്നേ. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് അത് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവം അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. യേശുക്രിസ്തു, ഞാൻ അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞൊരു പ്രസ്ഥാനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വഴിതെറ്റി, ഏതാണ് വഴിയെന്നറിയാൻ വയ്യാതെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കണു, ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്നു. അതിലാരോടായിരിക്കും വഴി ചോദിക്കുക? ആരോടാ ചോദിക്കുന്നത്? മരിച്ചയാളോട് ചോദിക്കാൻ പറ്റുമോ? എനിക്കൊന്ന് വഴി പറഞ്ഞു തരാമോ എന്ന് മരിച്ചയാളോട് ചോദിക്കാൻ പറ്റുമോ? ജീവനുള്ള ആളോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ലോകത്തിലെ മതങ്ങളും മതങ്ങളുടെ നേതാക്കന്മാരും എല്ലാം മരിച്ച് ശവങ്ങളായിട്ട്, കൃമികൾ അരിച്ച് അതിൻ്റെ ഒരു അവശിഷ്ടം പോലും ബാക്കിയില്ലാതെ ആ നിലയിൽ നിർമാർജമായി കിടക്കുന്ന ആ ആൾക്കാരോടാ എൻ്റെ രക്ഷയുടെ വഴി ചോദിക്കുന്നത് അല്ലേ? നല്ല കാര്യം. മരണത്തെ തോൽപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജയാളിയായി സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശു, അവനാണ് എൻ്റെ രക്ഷകൻ, അവനാണ് എനിക്ക് വഴി പറഞ്ഞു തരുന്ന എൻ്റെ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന ദൈവം, അവൻ തന്നെയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ക്രൈസ്റ്റ് അലോൺ, ക്രിസ്തു, യേശുക്രിസ്തു, അവൻ ഏക രക്ഷകനാണ്. തൻ്റെ മരണ പുനരുത്ഥാനങ്ങളാണ് അതിന് കാരണം എന്നാണ് അപ്പോസ്തലൻ. ദാറ്റ് ഈസ് വാട്ട് ഹി വാണ്ടഡ് ടു പ്രൂവ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യം കൂടെ പറയണം, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ യേശു, ഞങ്ങൾ അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊടുത്തു. 3 കാര്യങ്ങളാണ് പൗലോസ് പറഞ്ഞത്. 3 കാര്യങ്ങൾ പറഞ്ഞു. 1, യേശുക്രിസ്തുവിൻ്റെ മരണം അനിവാര്യമാണ്. 2, യേശുക്രിസ്തുവിൻ്റെ മരണം, അനിവാര്യമായ മരണം ദൈവം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. 3, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശുവാണ് യഥാർത്ഥത്തിൽ മെശിഹ. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശുവാണ് മെശിഹ. യഹൂദന്മാർക്ക് പറ്റിയ ഒരു പരാജയം, ഒരുപാട് പരാജയം അവർക്ക് പറ്റി, അതിൽ ഒരു പരാജയം എന്ന് പറയുന്നത് മശിഹ കഷ്ടം അനുഭവിക്കും എന്ന കാര്യം അവർക്ക് അത്രയ്ക്കൊരു ബോധ്യമില്ലായിരുന്നു കേട്ടോ. അവരതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുകയില്ല. അപ്പം മശിഹയെക്കുറിച്ച് പറഞ്ഞ ചില അവസരങ്ങളിൽ പറഞ്ഞു, അവൻ എന്നേക്കും ഇരിക്കും എന്ന് പരീശന്മാർ പറഞ്ഞു കേട്ടോ. കർത്താവ് പറഞ്ഞു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ മരിക്കാൻ പോകുമായിരിക്കും എന്ന് ചിലർ പറഞ്ഞു. ഉടനെ പറഞ്ഞു, എന്നാൽ മശിഹയ്ക്ക് മരിക്കാൻ പറ്റൂലല്ലോ എന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായം
22-ാം സങ്കീർത്തനം ഇതൊക്കെ എന്താ പറയുന്നത്? അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് പകരക്കാരനായി മരിച്ചു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ കാര്യമാണ് യെശയ്യാ 53 പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ മശിഹയുടെ മരണം, മശിഹയുടെ കഷ്ടാനുഭവം എന്ന് പറയുന്നത് അവർക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു കാര്യമാണ്. എന്നാൽ പഴയ നിയമത്തിലെ ഏറ്റവും പ്രബലമായ പ്രമേയം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു അല്ലെ മശിഹയുടെ മരണമാണ്. എന്നിട്ട് പറഞ്ഞു, നസറേത്തിൽ ജനിച്ച് ബേത്ലഹേമിൽ ജനിച്ച് നസറേത്തിൽ വളർന്ന കർത്താവിൻ്റെ അമ്മയായ മറിയയും തന്നെ വളർത്തിയ യോസേഫും, ആ തച്ചൻ്റെ മകൻ എന്നറിയപ്പെട്ട ഈ യേശു, ആ യേശുവാണ് മശിഹ എന്ന കാര്യമാണ് മൂന്നാമത് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, മനുഷ്യൻ്റെ അഹങ്കാരത്തിനും അവൻ്റെ പൊങ്ങച്ചത്തിനും ഒക്കെ എതിരായിട്ട് കർത്താവായ യേശുക്രിസ്തു നിൽക്കുന്നു എന്ന് ബൈബിൾ നമ്മളോട് പറയുന്നു. ഈ പൊങ്ങച്ചവും ഈ അഹങ്കാരവും ഒന്നും ദൈവം അംഗീകരിക്കുന്നില്ല. മശിഹ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് സകലരെയും ഭരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാതി രാജാവായിരിക്കുന്ന കർത്താവ് എങ്ങനെയാണ് വന്ന് ജനിച്ചത്? അത് ആളുകൾക്ക് നടുക്കായി പോയിട്ടോ. ആളുകൾക്ക് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ജനിക്കുവാനൊരിടമുണ്ടായിരുന്നില്ല, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായതുകൊണ്ട് അവർ അവനെ ഒരു പുൽത്തൊഴുത്തിൽ കിടത്തി. മനുഷ്യൻ്റെ അഹങ്കാരത്തിനും അവൻ്റെ സ്വയ പര്യാപ്തിക്കും വ്യർത്ഥമായിരിക്കുന്ന അഹങ്കാരത്തിനുമെതിരെ ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ ഈ പറഞ്ഞ കൊട്ടാരവും ഈ പറഞ്ഞ ക്രമീകരണങ്ങളും ഒന്നും കർത്താവ് സ്വീകരിച്ചില്ല. അതിനെക്കുറിച്ച് പാട്ടുകാരൻ പറയുന്നത് പോലെ, ഈ പ്രപഞ്ചത്തിലുള്ള സകലം സൃഷ്ടിച്ച് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ തനിക്ക് ധരിക്കുവാൻ ഒരു വസ്ത്രമില്ല എന്ന സ്ഥിതി വന്നുപോകും. എന്തൊരത്ഭുതമല്ലേ! നമ്മയൊക്കെ നടക്കുന്ന നിലയിലാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അവൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ട് തീർന്നു. ഈ യേശു അവൻ മശിഹയാണ്. കത്തോലിക്കർ പറയുന്ന വാക്ക് നല്ലതാണ് കേട്ടോ. യേശു ക്രിസ്തു എന്നല്ല അവർ പറയുന്നത്. അവരെന്താ പറയുന്നത്? ഈശോ മശിഹ. അത് നല്ല പേര്. യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് മനസ്സിലാവില്ല അല്ലേ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ മശിഹ എന്നാണ്. ക്രിസ്തു എന്ന് പറയുന്നത് ഗ്രീക്ക് പദമാണെന്നേ ഉള്ളൂ. മശിഹ എന്ന് പറയുന്നത് എബ്രായ പദമാണ്. ഈശോ മശിഹ, ഇത് ഈ യേശു തന്നെയാണ് മശിഹ. ഹീ ഈസ് ക്രൈസ്റ്റ്. അവൻ ക്രിസ്തുവാണ്, അവൻ മശിഹയാണ്. അപ്പം അതാണ് അപ്പസ്തലനായ പൗലോസ് നമ്മളുടെ അല്ലെങ്കിൽ പൗലോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ ഇടയിൽ യോഹന്നാൻ സ്നാപകൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്ന മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ശിഷ്യന്മാർ ഏറ്റുപറഞ്ഞ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും അവൻ ദൈവ മനുഷ്യനായി തീർന്ന വ്യക്തിയാണ് എന്ന് തെളിയിച്ച നസ്രയത്തിൽ നിന്നുള്ള ഈ യേശു അവൻ തന്നെ മശിഹയാണ് എന്ന കാര്യമാണ് അപ്പസ്തലനായ പൗലോസ് അവിടെ ഉണ്ടായിരുന്ന ആ സിനഗോഗിലുണ്ടായിരുന്ന യഹൂദന്മാരോടും അവിടെയുള്ള ആൾക്കാരോടും ഒക്കെ പറഞ്ഞു, ദിസ് വെരി ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്, അവൻ മശിഹയാണ് എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ പൊന്നുസഹോദരങ്ങളെ ഞാൻ പറയാം, ദാറ്റ് ഈസ് ദ ഗോസ്പൽ. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അവൻ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ മരിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഈ യേശു തന്നെയാണ് മശിഹ. അതാണ് സുവിശേഷമായിട്ട് അപ്പസ്തലനായ പൗലോസ് പറഞ്ഞത്. അത് തന്നെയാണ് സുവിശേഷം. അപ്പോൾ ഇത് കേട്ടപ്പോൾ അതിന് പ്രതികരണമായിട്ട് പറഞ്ഞ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. സുവിശേഷം ഒന്നാമത് ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് അനിവാര്യമായ യാഥാർത്ഥ്യങ്ങളാണ് എന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിൽ വിജയവുമുണ്ട് പരാജയവുമുണ്ട് കേട്ടോ.
സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിൽ വിജയവുമുണ്ട്, പ്രതികൂലവുമുണ്ട്. അതാണ് നമുക്ക് തുടർന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറയാം, മനുഷ്യരെ സുവിശേഷം പറഞ്ഞ ആളുകൾ അവിടെ പറയുന്ന ആദ്യത്തെ കാര്യം ഞാൻ പറയാം. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകൾ അനേകരും വിശ്വസിച്ചു. പെർസ്വേഡഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ദേവർ പെർസ്വേഡഡ്. അവിടെ അതിനെക്കുറിച്ച് വിശ്വസിച്ച ആളുകളെക്കുറിച്ച് പറയാം. യഹൂദന്മാരിൽ കുറച്ച് പേര് വിശ്വസിച്ചു കേട്ടോ. എല്ലാ യഹൂദന്മാരും അവിശ്വാസികളല്ല. യഹൂദന്മാരിൽ കുറേ ആൾക്കാർ വിശ്വസിച്ചു. യവനന്മാരില്ല. അപ്പോൾ യഹൂദന്മാരുടെ രീതികളും പരിപാടികളും ഒക്കെ ഇഷ്ടപ്പെട്ട് യഹൂദന്മാരുടെ ദേവാലയത്തിൽ കടന്നു വന്നിരുന്നതായിരിക്കുന്ന യവനന്മാരായിരിക്കുന്ന ആളുകൾ അവർ വിശ്വസിച്ചു. മാന്യ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആരാ? മാന്യ സ്ത്രീകൾ എന്ന് പറയുന്നത് അന്ന് ഗവൺമെൻറ് തലങ്ങളിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ആൾക്കാരുടെ ഭാര്യമാരാണ് ഈ മാന്യ സ്ത്രീകളെന്ന് പറയുന്നത്. അതേപോലെ ദ പീപ്പിൾ ഹു വർ ദി ഹൈ ഒഫീഷ്യൽസ് ഓഫ് ദി റോമൻ ഗവൺമെൻറ്. റോമാ ഗവൺമെൻറ്റിൽ ഉന്നത അധികാരങ്ങൾ വഹിച്ചിരുന്ന ആൾക്കാരുടെ ഭാര്യമാരാണ് ഈ മാന്യ സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പം ബൈബിളിൽ വിശേഷാൽ പുതിയ നിയമം നമ്മൾ അറിയാം, കർത്താവിനെ അനുഗമിച്ചവരിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ സ്ത്രീകളായിരുന്നു. ഈ മാന്യന്മാരൊക്കെ വീട്ടിലിരിക്കുക കേട്ടോ. പക്ഷേങ്കിൽ ഈ മാന്യ സ്ത്രീകൾ സുവിശേഷം വിശ്വസിക്കാനായിട്ട് തീരുമാനിച്ചു. ഞാൻ വിചാരിക്കുന്നു മാന്യ സ്ത്രീകളെ വിശ്വസിച്ചപ്പം അതിൽ കുറേ മാന്യന്മാരും അതിന് ശേഷം വിശ്വസിച്ച് കാണുമായിരിക്കും. എന്നാൽ സുവിശേഷം വിശ്വസിക്കാനുള്ളതായിരിക്കുന്ന ഭാഗ്യം കിട്ടി. അപ്പം സുവിശേഷം വിശ്വസിച്ചതിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. സുവിശേഷം വിശ്വസിച്ചതിനെ കുറിച്ച് രണ്ട് കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സുവിശേഷം വിശ്വസിക്കുവാനുള്ള കാര്യം അത് വിശ്വസനീയമാണ് എന്ന് പ്രഘോഷകന്മാർ അവർക്ക് തെളിയിച്ചു കൊടുത്തു എന്നതാണ് വിശ്വസിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. അതാണ് ഈ സുവിശേഷം പ്രഘോഷിച്ചതായിരിക്കുന്ന ആളുകൾ തിരുവചനത്തെ ഉപയോഗിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഈ സുവിശേഷം സത്യമാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അത് നമ്മളുടെ ഉത്തരവാദിത്തം കേട്ടോ. വ്യക്തമായി കൃത്യമായി സുവിശേഷം മനുഷ്യരോട് പറയുക എന്നത് സുവിശേഷ ഘോഷകന്മാരുടെ ഉത്തരവാദിത്വമാണ്. മനുഷ്യർക്ക് ബോധ്യമാകും വണ്ണം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന നിലയിൽ സുവിശേഷത്തെ വിശദീകരിച്ചു കൊടുക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ മാനുഷികമായ നിലയിലുള്ളതായിരിക്കുന്ന കാര്യം. രണ്ടാമത് പറഞ്ഞത് അവർ വിശ്വസിച്ചു എന്നാണ് പറഞ്ഞത്. പെർസ്വേഡഡ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് അത് പാസീവ് വോയിസാണ്. പാസീവ് വോയിസാണ്. ദേ ബിലീവ്ഡ് എന്ന് പറയുന്നത് പാസീവ് വോയിസ്. അതിനെക്കുറിച്ച് ഒരു കമൻറ്റേറ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ അപ്പസ്തലനായ പൗലോസും ശീലാസും ഒക്കെ സുവിശേഷം ഇത്രയും വ്യക്തമായി പറയുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നത് സത്യമാണ്. എങ്കിലും അവർ വിശ്വസിക്കുവാനുള്ള കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സുവിശേഷം അവരുടെ ഹൃദയങ്ങളിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. ഇറ്റ്സ് എ പാസീവ് വോയിസ്. ഇത് ദൈവം ചെയ്ത കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്തതായിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ബുദ്ധിതലത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. അന്ധമായിട്ടൊന്നും സുവിശേഷം വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ സുവിശേഷം സ്വീകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഈ സുവിശേഷം സ്വീകരിക്കാനായിട്ട് തുറക്കുകയും പ്രകാശിപ്പിക്കുകയും അതിനുള്ള ബോധ്യം നമുക്ക് തരികയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗോസ്പൽ ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് ക്ലിയർലി ആൻഡ് ദ ഡിസ്പ്യൂട്ടേഷൻസ് ഹാസ് ടു ബി ആൻസേർഡ് കറക്റ്റ്ലി. സുവിശേഷത്തിന് വിരുദ്ധമായിരിക്കുന്ന ഈ ആരോപണങ്ങളും സുവിശേഷത്തിന് വിരുദ്ധമായ സംശയങ്ങളും ഒക്കെ ദൂരീകരിക്കുവാൻ വിശ്വസനീയമായ രീതിയിൽ സുവിശേഷം അവതരിപ്പിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ സംശയങ്ങളൊക്കെ മാറണം. അത് മാനസികമായ തലത്തിൽ പറയുമ്പോൾ ആവശ്യമായ കാര്യമാണ്. എന്നാൽ സുവിശേഷം വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മളെ സഹായിക്കണം. ദേ ബിലീവ്ഡ്, അവർ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സുവിശേഷത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രസ്താവന, സുവിശേഷം എന്താണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ പ്രസ്താവന പറയാം, സുവിശേഷം പ്രസംഗിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർ വിശ്വസിക്കും. അതാണ് സുവിശേഷം പ്രസംഗിക്കാനുള്ള കാരണം. നിങ്ങൾ സുവിശേഷം പറയണം. കാരണം എന്താ? നിങ്ങൾ പറഞ്ഞ സുവിശേഷം കേട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില മനുഷ്യരെ രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ സുവിശേഷം പറയണം.
ഞാൻ സോണി സഹോദരനെയും നമ്മളുടെ മറ്റ് സഹോദരന്മാരെയൊക്കെയും ആൻ്റണി സഹോദരനെയൊക്കെ തോമസ് ആൻ്റണി സഹോദരനെയൊക്കെ അഭിനന്ദിക്കുന്നു. കാരണം അവരൊക്കെ സുവിശേഷം പറയാനായിട്ട് വീടുകളിൽ കടന്നു പോകുന്ന ആളുകളാണ്. എല്ലായിടത്തും ചെല്ലുമ്പോഴും ഒന്നും കയ്യടി കിട്ടിയില്ല കേട്ടോ, അതൊക്കെ ശരിയാണ്. ബട്ട് ചിലർ കർത്താവിനെ വിശ്വസിക്കാനായിട്ട് ദൈവം തീരുമാനിച്ച ആളുകളുണ്ട്. നിങ്ങളുടെ സുവിശേഷ പ്രഘോഷണം കൊണ്ടാണ് അവരെ രക്ഷിക്കാനായിട്ട് കർത്താവ് തീരുമാനിച്ചിരിക്കുന്നത്. പല ആളുകളും വിശ്വസിച്ചു കേട്ടോ. എന്നാൽ അതിന് മറുവശം പറയാം. സുവിശേഷ ഘോഷണത്തിൽ പ്രതികൂലവും ബുദ്ധിമുട്ടും കഷ്ടതയുമുണ്ട് എന്നുള്ളതാണ് അതിന് രണ്ടാമത്തെ ഭാഗമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. പല മനുഷ്യരും വിശ്വസിക്കില്ല. അതാണ് സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചിലർ വിശ്വസിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ പലരും വിശ്വസിച്ചില്ല. അതുകൊണ്ട് യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോൻ്റെ വീട് വളഞ്ഞു അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ഇപ്പോൾ യാസോൻ എന്ന് പറയുന്ന ആൾ, അതിനെക്കുറിച്ചൊരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ വായിച്ചത്. അതായത് പുരാവസ്തു ഗവേഷകന്മാർ കുഴിച്ചു എന്നപ്പോൾ യാസോൻ എന്ന് പറയുന്നതായിരിക്കുന്ന ജെയ്സൺ എന്ന് പറയുന്നതായിരിക്കുന്ന ആളിൻ്റെ പേര് എഴുതി ഒരു ലിഖിതം കിട്ടി. അതുമായിട്ടൊക്കെ കണക്ട് ചെയ്തപ്പോൾ ഒരു പക്ഷേ ഈ യാസോൻ തന്നെയാണ് എന്നാണ് പുരാവസ്തു ഗവേഷകന്മാർ അതിനെക്കുറിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. 100% വ്യക്തതയില്ലെങ്കിലും അതിനുള്ള സാധ്യത വളരെയാണ് എന്നാണ് എക്കാർട്ട് ഷ്നാബൽ എന്ന് പറയുന്ന പുരാവസ്തു ഗവേഷകനായ പണ്ഡിതനായിരിക്കുന്ന ആൾ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം യാസോൻ സമൂഹത്തിൽ നല്ല സ്ഥാനമുള്ള ഒരു യഹൂദനായിരുന്നു. അപ്പോൾ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൗലോസിനെയും ശീലാസിനെയും സ്വീകരിച്ചു. എൻ്റെ പൊന്നുസഹോദരങ്ങളെ, ഞാൻ പറയാം, സുവിശേഷത്തിനെതിരെയുള്ള പ്രാതികൂല്യം എന്ന് പറയുന്നത് പലപ്പോഴും ഭയങ്കര ഗുരുതരമായ കാര്യമാണ്. ഞാൻ ഓർത്തിട്ടുണ്ട്, പൗലോസിനും ശീലാസിനും ഉണ്ടായതുപോലുള്ള ബുദ്ധിമുട്ട് എന്താ നമുക്കുണ്ടാകാതെ? നമ്മളോട് സ്ഥലത്ത് സുവിശേഷമൊക്കെ പറഞ്ഞാലൊന്നും ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ട് വരികയില്ലല്ലോ. ഞാൻ പറയാം എന്താ ഉണ്ടാകാത്തതെന്ന്. മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ സുവിശേഷം പറയില്ല. അതുകൊണ്ടാണ് ആളുകളെ, ഒരു സമൂഹം മുഴുവനും ഇളകി മറിയത്തക്ക രീതിയിൽ അത്രയും വ്യക്തതയോടുകൂടെ ഭയം കൂടാതെ അവർ സുവിശേഷം പ്രഘോഷിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടായത്. മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ ചെന്ന് സത്യസന്ധമാണെന്ന് സുവിശേഷം പറഞ്ഞാട്ടെ, അന്നേരം അറിയാൻ എൻ്റെ സോക്കേട്. ഹിന്ദുക്കളുടെ ഇടയിൽ പറഞ്ഞാട്ടെ, നമ്മൾ അടിയും കൊള്ളുന്നില്ല, ഉപദ്രവവും സഹിക്കുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകുമാറ് നമ്മൾ സുവിശേഷം പങ്കുവയ്ക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാത്തത്. ഇവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞ് ഇവരെ ഇത്രയും ബുദ്ധിമുട്ടിച്ച് തെസലോനിക്കയിൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ അവിടെ വെച്ച് ഫിലിപ്പിയിൽ വെച്ച് അവരെ കിട്ടിയിട്ടോ. അതുകൊണ്ടാണ് ഇവരെ അട്ടിച്ച് ശരിയാക്കി ഉപദ്രവമൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, എൻ്റെ പൊന്നു പൗലോസ് കട്ടിക്കീഴേക്ക് എറിക്കൂ, ആളുകൾ വന്ന് നോക്കുന്നുണ്ട്, എവിടെയും മറിഞ്ഞിരുന്നു. അപ്പോൾ യാസോൻ്റെ വീട് ചിലപ്പോൾ ഒരു നല്ല വീടായിരിക്കും. ഏതായാലും പൗലോസിനെയും ശീലാസിനെയും അവർ ഒളിപ്പിച്ചു വെച്ചു. യുവന്മാർ വന്ന് വലിയ ബഹളവും പരിപാടിയും ഒക്കെ ഉണ്ടായിട്ടും പൗലോസിനെയും ശീലാസിനെയും കിട്ടി. അവരങ്ങനെ ഒളിച്ചിരിക്കുക. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ എന്നോട് ചേർത്ത് പറയാം, തല്ല് കിട്ടാൻ വേണ്ടി ചുമ്മാതെ അങ്ങ് വെളിയിലോട്ട് ചാടിച്ചേരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് തല്ല് കിട്ടുന്ന ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒളിച്ചിരിക്കേണ്ട അവസരങ്ങൾ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സുവിശേഷം പറയുന്ന തൃത്വമൊന്നുമില്ല. അവർ അവിടെ വിളിച്ചു. അപ്പം ഇവർ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. അസൂയവുമുണ്ട്. സുവിശേഷത്തിനെതിരെയുള്ള ദുഷ്ടന്മാരുടെ നിലപാടിനുള്ള ഒരു പ്രധാന കാരണം അസൂയാണ്. സുവിശേഷത്തിനെതിരെയുള്ള ദുഷ്ടന്മാരുടെ നിലപാടിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അസൂയാണ്. വിശ്വാസികളായി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഗ്രഹവും അവർക്കുള്ള അഭിവൃദ്ധിയും, അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വിശ്വാസികളായി വന്നാൽ നമ്മുടെ അംഗസംഖ്യ വർദ്ധിച്ചല്ലോ, ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഇവർക്ക് സഹിക്കത്തില്ല. അസൂയാണ്. അപ്പോൾ അസൂയ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഈ അസൂയ എന്ന് പറയുന്ന അർത്ഥം അതിനുണ്ട് കേട്ടോ. എന്നാൽ അതിനോട് ചേർത്ത് ഉള്ള ഒരർത്ഥമാണ് തീവ്രത എന്ന് പറയുന്ന കാര്യം. ജലസ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. അപ്പം ഈ അസൂയ ഉണ്ടെന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ
ഇവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ ക്രമീകരണങ്ങളെക്കുറിച്ച് ഉള്ള ഒരു പ്രത്യേകമായ ആവേശം മനുഷ്യർക്കുണ്ട്. എന്തിനാ നിങ്ങൾ ഇത്ര ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സമൂഹത്തോടുള്ളതായിരിക്കുന്ന അവരുടെ പ്രേമമാണ്, അതിനെക്കുറിച്ചുള്ള ആവേശമാണ്. പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്നൊന്നും അവർക്ക് പ്രശ്നമില്ല കേട്ടോ. അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ദ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ഞങ്ങളുടെ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും നിൽക്കുന്നത് പോലെ തന്നെ തുടരണം, അതിനൊരു വ്യത്യാസവും വരാനായിട്ട് പാടില്ല. യഹൂദന്മാരായിരിക്കുന്ന ആളുകൾക്ക് തെസ്സലോനിക്കയിൽ പ്രത്യേകമായ ഒരു പദവിയും സ്ഥാനവുമുണ്ട്. ആ സ്ഥാനത്തിനൊന്നും കോട്ടം വരാൻ പാടില്ല. അതാണ് അവരെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത്. അതാണ് എന്നിവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. ഈ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാക്കുന്നത് അതിനുപയോഗിക്കുന്ന ആളുകളെക്കുറിച്ച് നോക്കിയാൽ നമുക്കറിയാം, അവർ വെറും ചട്ടുകങ്ങളാണ്. ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാക്കുന്ന സമൂഹങ്ങളിൽ സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന ആളുകൾ, അതിനുള്ള ഭൂരിഭാഗം ആളുകളും വെറും ചട്ടുകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഏക്കായോ ഊക്കായോ ഒന്നും അറിയത്തില്ല. ചില ആളുകൾ വെറുതെ വിരളി പിടിപ്പിച്ചതിൻ്റെ പേരിൽ, ഒരുപക്ഷെ സാമ്പത്തികമായി അവരെ സഹായിച്ചതിൻ്റെ പേരിൽ, അല്ലേ പറയാം ജാഥയ്ക്ക് വരുന്നതിൽ പകുതി ആളുകൾ കൂലിപ്പട്ടാളമാണെന്ന് പറഞ്ഞു കാശ് കൊടുത്ത് അവരെ ഇറക്കിയതാണ്. ഇവർക്കിതിനെക്കുറിച്ച് ഒന്നും ഒരു വിവരമുള്ള ആളുകളല്ല. മാത്രമല്ല ഇവന്മാർ എന്തിനും മടിക്കാത്ത ആൾക്കാരാണ്. അവിടെ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്നതായിരിക്കുന്ന ദൈവഭക്തനായ മനുഷ്യനെ കൊല ചെയ്തത്, അതിനുപയോഗിച്ച ആളുകൾ എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും നിഷ്ഠൂരന്മാരായ, ഏറ്റവും നികൃഷ്ടന്മാരായ, യാതൊരു ധാർമ്മികതയുമില്ലാത്ത കുറേ മനുഷ്യരെ കൂട്ടി അങ്ങനെയാണ് ആ ദൈവ മനുഷ്യനെ കൊല ചെയ്യുവാൻ തീ വെച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളെയും കൊല ചെയ്യുവാനാണ് ഉപയോഗിച്ചത്. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ ഉപയോഗിച്ചാണ്. അവർക്കിതിനകത്തൊന്നും താല്പര്യമുള്ള ആൾക്കാരല്ല. അവരെന്ത് ദുഷ്ടതയും പ്രവർത്തിക്കുവാൻ മനസ്സുള്ളതായിരിക്കുന്ന ആൾക്കാർ. അവരെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവരെ നിയന്ത്രിക്കുന്ന കുറേ ബുദ്ധി കേന്ദ്രങ്ങളുണ്ട്. അവരുടെ കയ്യിൽ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് മുഖാന്തരമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി, യാസോൻ്റെ വീട് വളഞ്ഞു. എന്തെല്ലാം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയെന്ന് നോക്കി. അന്നേരം പൗലോസിനെയും ശീലാസിനെയും കിട്ടിയാൽ അവർ തല്ലിക്കൊന്നേനെ. എന്നാൽ ദൈവത്തിൻ്റെ മഹാകാരുണ്യം കൊണ്ട് അവരെ കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അവരെ ആ നിലയിൽ ഉപദ്രവിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. അവരെക്കുറിച്ച് അവർ പറഞ്ഞു, ഒരു പരാതിയോട് പറഞ്ഞ അവസാനിപ്പിക്കും. അത് പറഞ്ഞു, ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ, കലഹിപ്പിച്ചവർ എന്നാണ് അവിടെ പറയുന്നത്. അത് നെഗറ്റീവായിട്ട് അവർ പറഞ്ഞു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ദേ ടേൺഡ് ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. അന്നത്തെ ലോകത്തെ കീഴ്മേൽ മറിക്കാനായിട്ട് ഈ ബലഹീനരായിരിക്കുന്ന ദൈവവിശ്വാസികൾക്ക് സാധിച്ചു എന്നാണ് ഈ വാക്യത്തിൽ അവർ സമ്മതിക്കുന്നത്. നമ്മൾ എത്രത്തോളം സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്നുണ്ട്, നമ്മളെ സുവിശേഷ വേലയൊക്കെ എത്രത്തോളം ശക്തമാണ്. നമ്മളെക്കുറിച്ച് കീഴ്മേൽ മറിക്കുന്നവരെന്നൊക്കെ പറയുമോ? നമ്മൾ മറിയുന്നല്ലാതെ മറ്റുള്ളവരെ മറിക്കുന്ന പരിപാടിയൊന്നുമില്ല. ദൈവത്തിൽ ആശ്രയിച്ച് കഷ്ടം സഹിച്ച് എന്ത് പ്രതികൂലത്തെയും നേരിട്ട് മരിക്കേണ്ടി വന്നാൽ മരണം. നമ്മുടെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സഹോദരൻ പറയുന്നല്ലേ, അത് ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി എന്ന തീരുമാനത്തോടുകൂടെ ദൈവമക്കൾ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാൻ അവർ മനസ്സ് വെച്ചാൽ, ഈ പറഞ്ഞ പ്രസ്താവന നമ്മെക്കുറിച്ചും പറയുവാനിടയിൽ ലോകത്തെ കീഴ്മേൽ മറിച്ചവർ അവർ ഇവിടെയും എത്തി എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, സുവിശേഷം ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് പകരക്കാരനായി കാൽവറിലെ കുരിശിൽ കൊല്ലപ്പെട്ടു. അവൻ്റെ പുണ്യാഹ രക്തം നമ്മളുടെ പാപങ്ങൾക്ക് മതിയായ പരിഹാരമാണ്. സ്വർഗത്തിലെ ദൈവം അവനെ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച്
സകലത് നിവൃത്തിയായി എന്ന കർത്താവിൻ്റെ പ്രഖ്യാപനത്തിന് അടിവരയിട്ടിരിക്കുകയാണ്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം അറിയിക്കുന്നതിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഒരു കുറ്റവാളി എന്ന പോലെ ചങ്ങല ധരിച്ചുകൊണ്ട് ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ മനസ്സ് വെച്ച അപ്പോസ്തലന്മാരെ പോലെ നാമും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ മനസ്സ് വെച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടാൽ, ലോകത്തെ കീഴ്മേൽ മറിച്ചവർ എന്ന ആ ഒരു സാക്ഷ്യം നമ്മെക്കുറിച്ചും ആളുകൾക്ക് പറയാനായിട്ട് ഇടവരും. നമുക്ക് സുവിശേഷം വിശ്വസിക്കാം, സുവിശേഷം പ്രഘോഷിക്കാം, സുവിശേഷത്തിനു വേണ്ടി കഷ്ടമനുഭവിക്കുവാൻ മനസ്സ് വയ്ക്കാം. നമ്മുടെ കർത്താവിനെ നമുക്ക് ഉയർത്താം. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഏൽപ്പിച്ചു തന്ന അവിടുത്തെ ദിവ്യമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണല്ലോ. ഈ സുവിശേഷത്തിനനുസൃതമായി ജീവിക്കുവാൻ, ഈ സുവിശേഷത്തെ പ്രഘോഷിക്കുവാൻ, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി എന്ന തീരുമാനത്തിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ.